പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടു കൂടി ആയിരിക്കുക. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 19-ാം തീയതിയാണ്. സന്തോഷത്തോടെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന സമയങ്ങൾ ഇനി വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്തോഷത്തോടെ നിങ്ങളായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 1-ാം വചനമായിരുന്നു. അത് നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണെങ്കിലും, നീ നമ്മോട് തന്നെ പറയുന്ന ഒരു വചനമാണ്. നീ ആര് തന്നെ, ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം ഓർക്കുക, മറ്റൊരുവനെ വിധിക്കുമ്പോൾ, അല്ലയോ മനുഷ്യ നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരെന്നെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. കാരണം എന്താ? എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ വചനം ശരിക്കും നമ്മോട് തന്നെ പറഞ്ഞ് അതിൽ നിന്നും നാം മോചനം നേടണം. ഇന്ന് നാം പഠിക്കുന്നത് 2-ാം അധ്യായം, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9, 10, 11 വചനങ്ങൾ ചേർത്ത് വായിക്കുകയാണ്. എന്നാലേ അതിൻ്റെ വലിയ ലോങ് ഒന്നുമല്ല, വലിയ ലെങ്തി ഒന്നുമല്ല, പഠിച്ചെടുക്കാവുന്ന വചനം. ഇങ്ങനെയാണ് പറയുന്നത്: തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാവും. തിന്മ പ്രവർത്തിക്കുന്നവന് ക്ലേശവും ദുരിതവും ഉണ്ടാവും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാവും. ഇനി 11-ാമത്തെ വചനം ഇങ്ങനെ ചേർത്ത് വായിക്കുകയാണ്: എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. There will be anguish and distress for everyone who does evil, the Jew first and also the Greek. But glory and honor and peace for everyone who does good, the Jew first and also the Greek. And verse 11 says, for God shows no partiality. അപ്പോൾ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. നീ നന്മ പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിൽ സമാധാനം, ബഹുമാനം, മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നാം ചെയ്യണം. നന്മ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇനിയുള്ള ദിവസങ്ങളും സമയങ്ങളും ഒക്കെ നന്മ പ്രവർത്തിച്ച് നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. ആര് പ്രാർത്ഥിച്ചാലും ആര് നന്മ പ്രവർത്തിച്ചാലും ദൈവം കേൾക്കും, ദൈവം കാണും, ദൈവം അനുഗ്രഹിക്കും. ആമേൻ.